ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സെലിബ്രിറ്റി എന്നുള്ളത്. സെലിബ്രിറ്റി ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ്. പ്രസക്തമായ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ എന്താണ് ഈ കൺസെപ്റ്റിന്റെ പ്രത്യേകത? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം സെലിബ്രേറ്റ് ആവണമെങ്കിൽ, ഫേമസ് ആവണമെങ്കിൽ, പ്രസക്തമാകണമെങ്കിൽ ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ആർക്ക് വേണം? ആ വ്യക്തിക്ക് വേണം, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണം. അപ്പോൾ ഒരു പ്രത്യേകത വേണം. പിന്നെ രണ്ടാമത് പറയുന്നത്, എവിടെ നിന്നും കിട്ടാത്ത, എവിടെ നിന്നും കേൾക്കാത്ത ഒരു സ്പെഷ്യൽ തിങ്സ്, ഒരു പ്രത്യേകത ആ വ്യക്തിയിലോ ആ സ്ഥാപനത്തിലോ വേണം. അപ്പോഴേ അത് സെലിബ്രേഷൻ ആവുള്ളൂ. മൂന്നാമത്തത്, ആ വ്യക്തിയിലോട്ട് അട്രാക്ട് ചെയ്യുന്ന, ആകർഷിക്കുന്ന, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ചെയ്യുന്ന എന്തോ ഒരു മൈക്രോ യൂണിക്ക്നെസ് ആ ആളിൽ പ്രത്യേകത വേണം. ദൈവം തമ്പുരാൻ ഓരോ വ്യക്തികളെയും ഓരോ പ്രത്യേകത കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാളുടെ പ്രത്യേകത അയാൾക്ക് മാത്രമുള്ളതാണ്. ദാറ്റ് ഈസ് മൈക്രോ യൂണിക്ക്നെസ് ആണ്. അവരുടെ വോയിസ്, സംസാരം, അവരുടെ വിഷ്വൽ ഐഡന്റിറ്റി, അവരുടെ കാഴ്ച, ഇതെല്ലാം എന്താണ്? ആ വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിജയം എന്ന് പറയുന്ന സംഭവം അത് ലക്കാണോ, ഭാഗ്യമാണോ? നോ, ഭാഗ്യമല്ല. സക്സസ് ഈസ് നോട്ട് നാച്ചുറൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്താണ് വിജയം? Success is a well planned, well scheduled series of matters. Well planned ആയ ഒരു കൂട്ടം കാര്യങ്ങൾ, അത് അതിൻ്റെ മുറക്ക് സ്ഥിരമായി, കണ്ടിന്യൂസ് ആയി, കൺസിസ്റ്റന്റ് ആയി, ഡിവോട്ടഡ് ആയി ഒരു കാലം പോകുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് ഏത്? സക്സസ്. അപ്പോൾ നമ്മളൊരു കാര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഫെയിലിയേഴ്സ് ആൻഡ് സക്സസ് രണ്ടും കിട്ടുന്നുള്ളൂ. അപ്പോ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് എന്ത് കിട്ടില്ല? വിജയവുമില്ല, പരാജയവുമില്ല. അപ്പോ എന്ത് ചെയ്യണം? Those who are doing, do it now. അത് ചെയ്യുമ്പോൾ അവർക്ക് ലേണിംഗ് കിട്ടും. വാട്ട് വെന്റ് റോങ്, എന്ത് കാര്യങ്ങൾ തെറ്റായി ചെയ്തു, ആ കാര്യങ്ങൾ തെറ്റായി ചെയ്തു, എന്ത് കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ ഈ തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും അവരെന്ത് ചെയ്യണം? അവരെ എവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ എവാലുവേറ്റ് ചെയ്തിട്ട് അവർ നെക്സ്റ്റ് കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യണം. ആ അടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയും അവർ റീ എവാലുവേഷൻ നടത്തണം. ഇങ്ങനെ കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് എവാലുവേഷൻ ആൻഡ് റീ എവാലുവേഷൻസ് മേക്സ് എ പേഴ്സൺ സക്സസ്. താങ്ക് യു. ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.